ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കണു. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്, ഫ്രൈഡേ. അപ്പോൾ ഞാൻ കുറേ ആയി നമ്മുടെ ബാക്ക് യാർഡിലൊരു ചെടിയുണ്ട്, ആ ചെടിയെ നിങ്ങളെയൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ അടിച്ചപ്പോൾ ഒന്ന് ഇറങ്ങിപ്പോയി കാണിക്കാമെന്ന്. അപ്പം ഞാൻ ബാക്ക് യാർഡിലേക്ക് പോണതാണ് കേട്ടോ. കുറച്ച് നല്ല അത്യാവശ്യം വലിയൊരു സ്ഥലം തന്നെയാണ്, പൂക്കളങ്ങനെയൊന്നുമില്ല, കുറച്ച് ചെടികൾ മാത്രമുണ്ട്. അപ്പോൾ ഇവിടെ വെയിലടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല തണുപ്പാണ്, ബിക്കോസ് നല്ല തണുത്ത കാറ്റാണ് അടിക്കണേ. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെടിയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല വിലയിൽ കിട്ടണ ഒരു ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതാണ് കേട്ടോ ഇത് റോസ്മേരിയാണ്. അപ്പോൾ കുറച്ചെങ്കിലും പേർക്ക് അറിയായിരിക്കും, റോസ്മേരിയുടെ നമുക്ക് പല പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല റേറ്റാണ്. റോസ്മേരി ഹെയർ ഓയിലുണ്ട്, ഷാമ്പൂ ഉണ്ട്, അതുപോലെ ഹെയർ സിറം ഉണ്ട്. ഞാൻ നാട്ടിൽ വെച്ച ഹെയർ സിറം ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ബാക്ക് യാർഡിൽ നാച്ചുറലായിട്ട് നമുക്ക് ഇതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഹെയർ ഫാൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ റോസ്മേരി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾ 4 പേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല, സമയം കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ ഉപയോഗിക്കായിരുന്നു. അപ്പം ഞാൻ ഇതിൽ നിന്ന് 2 തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 2 തണ്ട് കൊണ്ടിട്ട് ഒരാഴ്ച നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്പ്രേ രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുത്ത് സ്പ്രേ ആക്കി വെക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മുടി പാർട്ടീഷൻ ചെയ്ത് സ്പ്രേ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, അതുപോലെ ഹെയർ ഫാൾ നന്നായിട്ട് കുറയ്ക്കും കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല അനുഭവമുള്ളൊരു കാര്യമാണിത് റോസ്മേരി. അപ്പോൾ ഇതിൻ്റെ ഈ പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയം നല്ല മണമാണ് കേട്ടോ. നമ്മുടെ ഇവിടേക്ക് ഈ കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഫിൽറ്ററാണ് കേട്ടോ, ബിക്കോസ് ഇവിടുത്തെ പൈപ്പ് വെള്ളത്തിൽ ക്ലോറിൻ കണ്ടിട്ട് ഭയങ്കര കൂളാണ്. അപ്പോൾ ഈ ഫിൽറ്ററിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ക്ലോറിൻ്റെ പൊടികളൊക്കെ ഫിൽറ്റർ ചെയ്തങ്ങ് മാറും. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളത്തിൽ എനിക്ക് ആവശ്യമുള്ള അത്രയും റോസ്മേരി ഇട്ട് ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ്. അത് അത്യാവശ്യം ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളറ് മാറി ഒരു കാപ്പിപ്പൊടി കളറാവും. എന്നിട്ട് അതിനെ ഒരു 20 to 25 മിനിറ്റ്സ് ഞാൻ അങ്ങനെ തന്നെ തണുക്കാനും വേണ്ടി വെച്ചു. തണുത്തതിന് ശേഷം മാത്രം ഒരു സ്പ്രേ ബോട്ടിലിലോ ഇങ്ങനെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബോട്ടിലിലോ കോട്ടണിൽ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിപ്പ് ചെയ്ത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഹെയർ ഫോൾസിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും, ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.